നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എടുക്കാറുള്ളതാണ് ഒരു ട്രെയിനിങ് സെഷന്റെ പേരാണ് ഹോ ഒപ്പൊണൊപ്പൊണോ എന്നാണ് ഇതിന് പറയുക. ആദ്യമായിട്ട് പങ്കെടുക്കുന്നവർ കുറച്ച് പേര് കണ്ടേക്കാം. ഇതിന് മുൻപ് മേ ബി ഒരു 6 മാസത്തിന് മുൻപാണെന്ന് തോന്നുന്നു എടുത്ത്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്താണ് ഹോ ഒപ്പൊണൊപ്പൊണോ? ഇതൊരു ട്രഡീഷണൽ ഹവായിയൻ റെക്കൺസീലിയേഷൻ ആൻഡ് ഫോർഗിവ്നെസ് പ്രാക്ടീസ് ആണ്. ഒരു ഹീലിംഗ് പ്രാക്ടീസ് ആണ്. പല കാരണങ്ങൾ കൊണ്ട് ഞാൻ നിറവേറ്റിട്ടുണ്ടാകാം. ചിലപ്പോൾ ഇത് സഹോദരനും സഹോദരിയുമായിട്ടുള്ള സ്വത്ത് തർക്കം പോലും ആകാം. എന്തുമായിക്കോട്ടെ. എനിക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ല. എന്നോട് പലതും പിടിച്ചു മേടിച്ചു. എന്റെ പ്രൊമോഷൻ തടഞ്ഞു ഒരു സഹപ്രവർത്തക. എന്തുമാകട്ടെ. മാതാപിതാക്കൾ എന്നോട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, വേണ്ട ചെയ്തു തന്നില്ല. മുറിവേറ്റത് എനിക്കാണേ. എനിക്ക് വേണമെങ്കിൽ ജീവിതകാലം മുഴുവനും ഈ പൊട്ടിയൊലിക്കുന്ന മുറിവുമായിട്ട് ഇങ്ങനെ ജീവിക്കാം. കാണുന്ന നാട്ടുകാരോട് മുഴുവൻ പറയാം, "കണ്ടില്ലേ ഈ പൊട്ടിയൊലിക്കുന്ന മുറിവ്. ഇത് കൊല്ലങ്ങൾക്ക് മുൻപ് എന്റെ അച്ഛൻ തന്നതാ, അമ്മയുണ്ടാക്കി തന്നതാ, ടീച്ചർ ഉണ്ടാക്കിയതാ, ഇവനുണ്ടാക്കിയതാ, ഇവളുണ്ടാക്കിയതാ. ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ ഇങ്ങനെ ജീവിക്കാം." ഒപ്പണൊപ്പണോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള മുറിവുകൾ പൂർണ്ണമായിട്ടും ഉണക്കാം. മനസ്സ് പൂർണ്ണമായും ആരോഗ്യമുള്ളതായിട്ട് മാറാം. അപ്പോൾ 2 ഘടകങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, സ്വയം മുറിവ് സ്വന്തമായിട്ടുള്ള മുറിവുകളെ ഹീല് ചെയ്യുക. 2, നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ മുറിവേറ്റിട്ടുണ്ട് എങ്കിൽ അതും നമുക്ക് ഹീല് ചെയ്യാം. 2 ഘട്ടങ്ങളായിട്ടാണ്. അപ്പോൾ ഹോപ്പണോപ്പണഞ്ഞ കറക്റ്റ് മിസ്റ്റേക്ക് ഓർ മേക്ക് ഇറ്റ് റൈറ്റ് കറക്റ്റ് ചെയ്യാണ്. മുറിവുണക്കുക എന്ന ശരിക്കും പറഞ്ഞ ഇതിന്റെ പേർപ്പസ് ഇതാണ്. നമ്മുടെ ശരീരവും മനസ്സും പ്യൂരിഫൈ ചെയ്യുക. അൺപ്ലസന്റ് മെമ്മറീസ്, ഇമോഷൻസ് ഇവയെ റിമൂവ് ചെയ്യുക. ഇതിന്റെ ഉപജ്ഞാതാവാണ് ഈ കാണുന്നത്. മൊർന നമലുക്കു സിമോണ. മരിച്ചുപോയി. 992 മരിച്ചുപോയ വ്യക്തിയാണ്. പിന്നെ ഇത് സയന്റിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ഹ്യൂ ലെൻ. അദ്ദേഹം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ പോലും പല പ്രാവശ്യം വന്നു പോയിരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ ഹ്യൂ ലെൻ. താല്പര്യമുള്ളവർക്ക് വിശദമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വിശദമായിട്ട് പഠിക്കുകയും ചെയ്യാം. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അപ്പോൾ മുറിവ് ഉണക്കുവാനായിട്ട് 4 ചെറു മരുന്നുകളാണ്. അതിൽ ആദ്യത്തേതാണ് ഐ ആം സോറി എന്ന് പറയാൻ പഠിക്കുക. ഐ ആം സോറി, ഐ ആം സോറി. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്ന വ്യക്തിയാണോ? ഐ ആം സോറി ആദ്യത്തേത്. വിശദമായിട്ട് നമുക്ക് കാണാമേ. രണ്ടാമത്തെ ഫൊർഗീവ് മീ ആണ്. മൂന്നാമത്തത് താങ്ക് യു. നാലാമത്തത് ഐ ലവ് യു. അപ്പൊ നമ്മൾ ചോദിക്കുക, ആരോടായി സോറി പറയേണ്ടത്? ഈ പ്രപഞ്ചത്തോടങ്ങ് പറഞ്ഞാൽ മതി. ഇന്നയാള് ഒന്നും മനസ്സിൽ കാണണമെന്നില്ല. സിംപ്ലി ടെൽ. അപ്പൊ നമുക്ക് ഓരോന്ന് പരിശോധിക്കാം. അതിനുശേഷം മെഡിറ്റേഷനിലേക്ക് പോകാം. ഐ എം സോറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം, ഞാൻ റെസ്പോൺസിബിളാ. എന്തിന്? ഞാൻ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതരം ബുദ്ധിമുട്ടുകൾക്കും ഞാൻ ഉത്തരവാദിയാ. ഞാനാണ് ഉത്തരവാദി. അപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുകയാ. റിപ്പൻറ്റൻസ്. ഞാൻ തന്നെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വാശി പിടിച്ചിട്ടുണ്ട്. പക വീട്ടണമെന്നും പൊറുക്കരുതെന്നും ഞാൻ തന്നെ വാശി പിടിച്ചിട്ടില്ലേ? ഉണ്ട്. സോ ഐ ആം സോറി ആണ് ആദ്യത്തേത്. 4 കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ഹീലിംഗ് മെഡിറ്റേഷനിൽ പോകാം. രണ്ടാമത്തത് പ്ലീസ് ഫോർഗിവ് മീ ആണ്. ആരോടാ എന്ന് ചോദിക്കേണ്ടത്? ജനറലി ടു ദ യൂണിവേഴ്സ്. ഇന്നയാള്, എന്നയാള് ഒന്നും നോക്കണ്ട. സിംപ്ലി സേ പ്ലീസ് ഫോർഗിവ് മീ. അതിലെല്ലാവരുമുണ്ട്. ഞാൻ ഈ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണക്കാരായിരിക്കുന്ന ഞാനടക്കം എല്ലാവരും, അച്ഛനും അമ്മയും ഗ്രാൻഡ് പാരൻസും എല്ലാവരും പ്ലീസ് ഫോർഗിവ് മീ. അതില് ഇഴജന്തുക്കളും നാൽക്കാലി മൃഗങ്ങളും ചെടികളും പൂക്കളും എല്ലാം ഉണ്ടാകട്ടെ. പ്ലീസ് ഫോർഗിവ് മീ. മൂന്നാമത്തത് ഐ ലവ് യു. ആരോടാ? ടു ഗോഡ് ആൻഡ് ടു
എവ്രിതിങ് ഇൻ ദ യൂണിവേഴ്സ്, ഐ ലവ് യു. സാധാരണ നമ്മൾ ഏതെങ്കിലുമൊക്കെ ചില വ്യക്തികളോടാ പറയാറ്, അല്ലേ? ഇവിടെ ഇറ്റ് ഈസ് ടു ദ യൂണിവേഴ്സ്. ഈശ്വര വിശ്വാസികളാണെങ്കിൽ ഈശ്വരനോട്, എവ്രി വൺ, എവ്രിതിങ്. ശ്വസിക്കുന്ന വായുവിനോട് പോലും പറയണം, ഐ ലവ് യു. ഞാനിരിക്കുന്ന ഈ കസേരയോടും പറയണം, ഐ ലവ് യു. എനിക്കിപ്പോൾ ഒരു അണ്ണാൻ കുഞ്ഞ് ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കാം, അണ്ണാൻ കുഞ്ഞിനോടും പറയണം, ഐ ലവ് യു. നാലാമത്തതായി താങ്ക് യു ആണ്. ആരോട്? യൂണിവേഴ്സ്. സിംപ്ലി സേ താങ്ക് യു. ഇതൊരു തിരിച്ചറിവാണ്. ഞാൻ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഇരിക്കാൻ കാരണങ്ങൾ, ഉത്തരവാദികൾ പലരാണ്. പലരും തിരിച്ചറിയാറില്ല എന്നേയുള്ളൂ. താങ്ക് യു. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എൻ്റെ കയ്യിൽ പല ലക്ഷങ്ങൾ കോടികൾ പണം വന്നുപോയതും എല്ലാം താങ്ക് യു. ആരൊക്കെയോ അല്ലേ? അത് വലിയ തിരിച്ചറിവ്. താങ്ക് യു. അപ്പോൾ ആദ്യമേ സെൽഫ് ഹീലിംഗ് ആണ്. അതിനുശേഷം ഞാൻ കണ്ണുകൾ ഓപ്പൺ ചെയ്യാൻ പറയും. അതിനുശേഷം ഹീലിംഗ് സംബഡിയാണ് കേട്ടോ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ മറ്റ് വിഷമം അനുഭവിക്കുന്ന ഒരാൾ ഇപ്പൊ കാണണ്ട. നമുക്ക് സ്വയം ഒന്ന് ഹീല് ചെയ്യാം. കംപ്ലീറ്റ് ഹീൽ ചെയ്യപ്പെടുತ್ತೆ. കണ്ണുകൾ ശാന്തമായി ക്ലോസ് ചെയ്യാം. You can gently close your eyes. You can gently close your eyes. കണ്ണുകൾ ശാന്തമായി ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തെത്താം. എവിടെയാണെങ്കിലും മൈൻഡ് പ്ലസ് ഗാർഡൻ. യു ഫീൽ കംഫർട്ടബിൾ, ബി ദേർ. യു ഫീൽ വെരി കൂൾ ആൻഡ് കാം ഇൻ യുവർ മൈൻഡ് പ്ലസ് ഗാർഡൻ. യു ആർ ദേർ നൗ. ആ കമാനമൊക്കെ കയറിയിട്ട് ആ ഗാർഡനിലേക്ക് നിങ്ങൾ പ്രവേശിച്ചേ. എന്ത് കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആ ഗാർഡൻ. നിറയെ സുഗന്ധങ്ങൾ, പുതിയ പൂക്കൾ, നിങ്ങൾ കാണാത്ത കിളികളും, പുതുതായി ഇന്നലത്തെ മൈൻഡ് പ്ലസ് ഗാർഡൻ സന്ദർശിച്ചതിന് ശേഷം ജനിച്ച പൂമ്പാറ്റകളും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഏതോ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന പുതിയ ജലം അരുവിയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തടാകത്തിലും നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. There in your mind plus garden. ഒന്ന് മൂവ് അറൗണ്ട് ചെയ്തതിന് ശേഷം യു ക്യാൻ സിറ്റ് സംവെയർ. നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇരുന്നോളൂ. പച്ചപ്പുല്ലിലിരിക്കണോ, ഒരു മരത്തിന്റെ തണലിൽ ചുവട്ടിലിരിക്കണോ, പൂക്കൾ നിറഞ്ഞൊരു പൂന്തോട്ടത്തിന്റെ നടുക്കിരിക്കണോ, തടാകത്തിന്റെ അരികിലാണോ, ഒഴുകുന്ന അരുവിയുടെ ഓരത്തിരിക്കണോ? യു ഡിസൈഡ്. യു ആർ there, comfortable now, very very comfortable. ഒരു ദീർഘയാത്ര, അതും നടന്നും, പൊതു ഗതാഗതം ട്രെയിനിലും, റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിലും, തിങ്ങി നിറഞ്ഞ ബസ്സിലുമൊക്കെ യാത്ര ചെയ്ത് വീട്ടിലെത്തിക്കഴിയുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടാവും. ആ അസ്വസ്ഥത മാറുന്നത് ഒന്ന് കുളിച്ച് ഡ്രസ് മാറി കഴിയുമ്പോഴാണ്. യു ഫീൽ കംപ്ലീറ്റ്ലി ഓക്കെ. സെയിം വേ ഇത്രയും നാൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയായി. അവിടെ തിക്കും തിരക്കും, എല്ലാവരും നമ്മളെ ഗൗനിക്കണം നിർബന്ധമില്ല. പോകുന്ന പോക്കിൽ ഒരു ചവിട്ടും തൊഴിയും ഒക്കെ കെട്ടിക്കാണാം. ആരെങ്കിലുമൊക്കെ രൂക്ഷമായി നോക്കുകയും ആരെങ്കിലുമൊക്കെ അതിക്രൂരമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു കാണാൻ സാധ്യതയുണ്ട്. അവരും പല വ്യഗ്രതകളില്ല. അവരും അവരുടേതായ ലക്ഷ്യങ്ങൾ തേടിയുള്ള യാത്രകളിൽ. ആ പോയ പോക്കിൽ നമുക്ക് ഏറ്റവും ഒത്തിരി ക്ഷതങ്ങളുണ്ട്. You want to heal yourself completely now. ശാന്തമായിരുന്ന് ആരോടെന്നില്ലാതെ ഈ പ്രപഞ്ചത്തോട് പറയണം, പല പ്രാവശ്യം ഒരു വിടണം.
മെഡിറ്റേഷന്റെ പേര് ഹോപ്പൊണോപ്പൊണോ എന്നാണ്. I am sorry. I am sorry. Keep on repeating. Keep on repeating. I'm sorry. I'm sorry. I'm sorry. I'm sorry. Please forgive me. Please forgive me. I'm sorry. Please forgive me. ഇനി 2 സെന്റൻസ് മാറി മാറി റിപ്പീറ്റ് ചെയ്യാം. I'm sorry. Please forgive me. ആരൊക്കെയോ എന്തൊക്കെയോ നമ്മളോട് ക്ഷമിക്കുകയാണ്. പ്രപഞ്ചത്തിലുള്ള ചെറു കിളികൾ പോലും നമ്മളോട് ക്ഷമിക്കുന്നുണ്ട്. കുഞ്ഞുറുമ്പുകളും ക്ഷമിക്കുന്നുണ്ട്. ചെടികളും മരങ്ങളും നമ്മളോട് ക്ഷമിക്കുകയാണ്. ഒഴുകുന്ന അരുവി പോലും നമ്മളോട് ക്ഷമിക്കുക. കാരണം എപ്പോഴോ ആ അരുവിയിൽ വിഷം കലക്കിയിട്ടുണ്ടാകാം. ഏതോ ചെടി നമ്മളോട് ക്ഷമിക്കുക. കാരണം എപ്പോഴോ അതിന്റെ ഇല നുള്ളിയിട്ടുണ്ടാകാം. I'm sorry. Forgive me. Forgive me. Thank you. Thank you. Thank you. ഞാൻ തിരിച്ചറിയുക, ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ എത്തി നിൽക്കുന്നത് കോടിക്കണക്കിന് ആളുകളുടെയും മൃഗങ്ങളുടെയും ജീവികളുടെയും ജീവനില്ലാത്തതിൻ്റെയും സപ്പോർട്ടോടു കൂടിയ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഐ എം സോറി. ഫോർഗിവ് മീ. താങ്ക് യു, താങ്ക് യു. ഒരു ആസ്പത്രിയിൽ രോഗത്തിന് ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ നമ്മൾ ഡോക്ടറോടും നേഴ്സിനോടും അവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങളോടും പറയാറില്ലേ, താങ്ക് യു. ഈ പ്രപഞ്ചത്തോട് പറഞ്ഞോളൂ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു. എവ്രിവൺ, എവ്രിതിങ്. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. I'm sorry. Forgive me. Thank you. I love you. Love you. Love you. You are under the healing shower now, completely getting healed. Please. എല്ലാ അഴുക്കുകളും പോട്ടെ. എല്ലാ മുറിവുകളും ഹീലിംഗ് ഷവർ നനച്ച് ഹീല് ചെയ്യപ്പെടുകയാണ്. എല്ലാവിധ മുറിവുകളും മെമ്മറിയിൽ കൊണ്ടു നടക്കുന്ന ആഘാതങ്ങൾ എല്ലാം allow healing now. Beautiful feeling. You're completely healed. മനസ്സിൽ ഹീലിംഗ് നടക്കുമ്പോൾ അത് ശരീരത്തിലെ പല രോഗങ്ങളെയും ഹീൽ ചെയ്യുകയാണ്. Beautiful feeling. Cool and calm. ജെന്റിലായി കണ്ണുകൾ ഓപ്പൺ ചെയ്യാം. മറ്റു പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കണ്ണുകൾ ജെന്റിലായി ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഞാൻ 1-2 സ്ലൈഡുകൾ കൂടി അത് കാണിക്കും. ഹീലിംഗ് അനദർ, മറ്റൊരു വ്യക്തിയെ നമുക്ക് ഈ പ്രോസസ്സിൽ കൂടി തന്നെ ഹീൽ ചെയ്യാം. അത് ആരുമാകട്ടെ, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാകട്ടെ നിങ്ങൾ മനസ്സിൽ കാണുന്നത്. ആരുമാകാം, അച്ഛനും അമ്മയും ഭാര്യയോ ഭർത്താവോ മകനോ മകളോ, ആര് വേണമെങ്കിലും എടുത്തോളൂ. ആ വ്യക്തി ഒരു അസ്വസ്ഥതയിലാണ് ഇപ്പോൾ. നിങ്ങളുമായിട്ടായിരിക്കണം എന്നല്ല, എന്തുമാകട്ടെ, ഒരു അസ്വസ്ഥതയിലുള്ള ഒരു വ്യക്തിയാണ്. കാരണങ്ങൾ എന്തും ആകട്ടെ, ഹീൽ. അതിന് ചെയ്യേണ്ടത്, ആദ്യമേ നിങ്ങളൊന്ന് സെന്റർ ചെയ്യണം. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മളൊന്ന് സ്ട്രോങ് ആകുക എന്നാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ബ്രീത് ഇൻ ചെയ്ത് നിങ്ങളിങ്ങനെ കാണണം,
നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ നടുഭാഗത്ത്, ചെസ്റ്റ് നടുഭാഗത്ത് ഒരു ഗോൾഡൻ ലൈറ്റ് ആ ഹൃദയത്തിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാണ്. ഇന്നലത്തെ മെഡിറ്റേഷനുമായിട്ടൊരു ബന്ധമുണ്ട്. ഒരു കമ്പാഷൻ ഡെവലപ്പ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ്. അത് ഓൾറെഡി ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് ചെയ്തതിൽ ഓൾറെഡി ഉണ്ട്, ഇന്നലെ ചെയ്തതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഇപ്രാവശ്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചോളും. എന്നിട്ട് ആ നിങ്ങളുടെ ചെസ്റ്റിന്റെ നടുഭാഗത്തില്ലേ ആ വ്യക്തിയെ കാണണം. ആ വിഷമിച്ചിരിക്കുന്ന വ്യക്തിയെ കാണുക. സ്വസ്ഥനാണ്, സ്വസ്ഥയാണ് കേട്ടോ. എന്നിട്ട് ആ ആളിലേക്ക് എന്ത് പറയണം? ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ്. കാരണം ഈ വ്യക്തിക്ക് അത് പറയാനുള്ള ബോധ്യമില്ല, കഴിവില്ല, അല്ലെ അവസ്ഥയിലല്ല. അപ്പൊ നമ്മൾ ആ വ്യക്തിക്ക് ഹൃദയത്തിന് നടുക്ക് കണ്ടു പറയാം, സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇനി ഈ വ്യക്തി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ മുഖാന്തരമാണ് ഈ അവസ്ഥയിലായതെങ്കിൽ പെർഫെക്റ്റ്ലി ഓക്കെ കേട്ടോ. ഞാൻ പിക്ചറായിട്ട് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ ചെസ്റ്റിന്റെ നടുഭാഗത്തൊരു ഗോൾഡൻ റിംഗ്. എന്നിട്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഒന്നുകൂടി കാണിച്ചു തരാം. ആ ചെസ്റ്റിന്റെ നടുഭാഗത്തെ വ്യക്തിയെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് ലൈറ്റ് പോകുന്നതായിട്ടോ, അവിടെ ആ വ്യക്തി ഇരിക്കുന്നു, ആ വ്യക്തിയെ ഒരു പ്രകാശം വലയം ചെയ്യുന്നതായിട്ടോ കണ്ടുകൊള്ളുക. ഇതാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഷേപ്പ് കേട്ടോ. വളരെ അസ്വസ്ഥനാണ്. നിങ്ങൾ കാണേണ്ടത്, ഈ മെഡിറ്റേഷൻ കഴിയുമ്പോൾ ഈ വ്യക്തി ഇങ്ങനെ ആയിത്തീരുകയാ. എങ്ങനെ? ഉണർവും ഉന്മേഷവും സന്തോഷവും നിറഞ്ഞൊരു വ്യക്തിയായിട്ട് ഉണരുന്നതായിട്ട് കാണണം. ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്ന, ഹീല് ചെയ്യപ്പെട്ട വ്യക്തിയായി ആ വ്യക്തി ചെസ്റ്റിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരണം. ഓക്കെ, ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്. ശതമായി ക്ലോസ് ചെയ്തോളൂ. ക്യാൻ ജെന്റ്ലി ക്ലോസ്. ഒന്ന് ബ്രീത് ഇൻ ചെയ്ത് ബ്രീത് ഔട്ട് ചെയ്തോളൂ. യു ആർ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. നിങ്ങളെ ഹീല് ചെയ്തതൊന്നുകൂടി കണ്ടോളൂ. കംപ്ലീറ്റ്ലി ഹീൽ. യു ആർ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഹീൽ. അങ്ങനെ ശാന്തമായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരാൾ ഓർമ്മ വരികയാണ്. The person is suffering now. നിങ്ങൾക്കറിയാവുന്ന വ്യക്തി, നിങ്ങളുമായി ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തിയാകാം. റീസൺ എന്തുമാകട്ടെ, ആര് മുഖാന്തരമാണ് ആ വ്യക്തി സഫർ ചെയ്യുന്നത്, ഇതിനൊന്നും പ്രസക്തിയില്ല. നിങ്ങൾ ആ വ്യക്തി അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖഭാവവും ശരീര ലാംഗ്വേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. കണ്ണുകളിൽ സങ്കടവും തിളക്കമില്ലായ്മയും. യു നോ ദാറ്റ്. ഓക്കെ, ആ വ്യക്തി എവിടെയോ ഉണ്ട് കേട്ടോ. നിങ്ങൾ ശാന്തമായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചെസ്റ്റിന്റെ നടുഭാഗത്ത് ഒരു ഗോൾഡൻ റിംഗ്, ആ ഗോൾഡൻ റിംഗിന്റെ തൊട്ടു മുൻപിൽ ആ വ്യക്തിയെ സ്ഥാപിക്കുക. നിങ്ങൾക്കിനി കംഫർട്ടബിൾ ആയിട്ട് വേണമെങ്കിൽ ഒരു മീറ്റർ ദൂരത്താണേലും ആകാം. നിങ്ങളുടെ നേരെ മുൻപിൽ ഒരു കസേരയിട്ട് ആ വ്യക്തി ഇരിക്കുന്നതായിട്ടോ കട്ടിൽ കിടക്കുന്നതായിട്ടോ വേണമെങ്കിൽ അങ്ങനെയും കണ്ടു. വളരെ മോശം അവസ്ഥയിൽ ആ വ്യക്തിയുള്ളത്. ചിലപ്പോ ആ വ്യക്തി പക നിറഞ്ഞ വ്യക്തിയാകാം. എന്തു അവസ്ഥയിലുമാകട്ടെ, രോഗം, ഫിസിക്കൽ രോഗം ബാധിച്ചിട്ടുണ്ടാകാം. അൾട്ടിമേറ്റ്ലി ആ വ്യക്തിയെ ഏതാനും അടി മുൻപിൽ കണ്ടുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിന് നടുഭാഗത്തൊരു സൂര്യൻ ജ്വലിക്കുന്നത് പോലെ കമ്പാഷൻ, ഫോർഗീവ്നെസിന്റെ പ്രകാശം ഇങ്ങനെ ജ്വലിച്ച് ആ രശ്മികൾ ആ വ്യക്തിയെ ഇങ്ങനെ സ്പർശിക്കുക. യു കീപ് ഓൺ സേയിങ്, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു, പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി, ഐ ലവ് യു, താങ്ക് യു. Keep on repeating the same many times. ആ സെന്റൻസ് ഓർഡർ തെറ്റിയാലും പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. To keep on repeating many times. I'm sorry, forgive me, love you, thank you. Keep
വ്യക്തിയിൽ ഒത്തിരി മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റായ ഒരു രോഗി ഏതാനും മണിക്കൂർ ഓക്സിജൻ ശ്വസിച്ച് കഴിയുമ്പോൾ, മെഡിക്കൽ ഹെൽപ്പ് കിട്ടിക്കഴിയുമ്പോൾ ചില ചലനങ്ങളൊക്കെ ആരംഭിക്കും. യു ക്യാൻ ഒബ്സർവ് ദ സ്ലൈറ്റ് ചേഞ്ചസ്. Keep on repeating, I'm sorry, forgive me, love you, thank you. ഏത് ഓർഡറിലും പറയാം, തിരിച്ചും മറിച്ചും തിരിച്ചും. Lot of changes happening in that person now, emotionally, physically, mentally, spiritually. Keep on repeating, I'm sorry, forgive me, love you, thank you. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് 1-2 അടി ദൂരത്തേ ഉള്ളൂ. ഇമാജിനേഷനിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്പർശിക്കാം. Keep on repeating, I'm sorry, forgive me, love you, thank you. Getting healed. Getting healed. ആ വ്യക്തി അങ്ങനെ ആ മോശം അവസ്ഥയിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതും, കൈകൾ സ്ട്രെച്ച് ചെയ്യുന്നതും, മുഖത്ത് സന്തോഷം വിടർന്നു വരുന്നതും, ഷൗട്ട് ഔട്ട് ചെയ്യാം. ഇമാജിൻ, say thank you many times. Thank you, thank you, thank you, love you, thank you, love you. You are a healed person, and the other person is also healed. ഈ സമയം മുതൽ ബെറ്റർ ആൻഡ് ബെറ്റർ ആയി ഈ ഹീലിംഗ് നടന്നുകൊണ്ടേയിരിക്കും. ഇന്നും ഒരു പ്രാവശ്യം കൂടിയെങ്കിലും, നാളെയും നാളെ കഴിഞ്ഞും ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുക. Believe and continue practicing this. Miraculous change. Sure. Beautiful feeling of healing. Heal. 1 മുതൽ 5 വരെ എണ്ണുമ്പോൾ ജെന്റിലായി കണ്ണുകൾ ഓപ്പൺ ചെയ്യുകയാണ്. 1, slowly coming back. 2, 3, 4, 'You can open your eyes. 5,